Hey guys, welcome back to my channel. ഇന്ന് നമ്മൾ പോകുന്നത് ലുക്സംബർഗിലേക്കാണ്. ദിസ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് എ ലുക്സംബർഗ് വ്ലോഗ്. പക്ഷേ ഇന്ന് നമ്മൾ ലുക്സംബർഗ് മാർക്കറ്റിലോട്ട് മാത്രമാണ് പോകുന്നത്. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, എൻ്റെ രണ്ട് ഫ്രണ്ട്സും അവരുടെ ഫ്രണ്ട്സും. സോ നമ്മളങ്ങനെ എല്ലാവരും കൂടിയും ലുക്സംബർഗ് മാർക്കറ്റ് വയനാട് മക്തി കാണാൻ പോവാണ്. നമ്മുടെ ഏഞ്ചലാണ് വീഡിയോ എടുക്കുന്നത്. ചിഞ്ചുണ്ട്, ആലറ്റുണ്ട്, ആദർശുണ്ട്, ടിൻസിയുണ്ട്, ലക്ഷ്മിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ലക്സംബർഗിലോട്ട് പോകുന്നത്. ആൻഡ് ലക്സംബർഗ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിലും ലക്സംബർഗിൻ്റെ 5 വൈനാക്സ് മാർക്കറ്റുണ്ട്. ആ 5 വൈനാക്സ് മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫീലൊന്ന് വേറെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും വർത്തമാനം പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെയാണ് പോകുന്നത്. ഈ വീഡിയോയിൽ ചിലപ്പം എന്നേക്കാൾ കൂടുതൽ വോയിസ് ഓവറും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ബെഫി ആയിരിക്കും. ബിക്കോസ് Buffy is an extrovert, guys. സ്റ്റീക്കിൻ്റെ ടേസ്റ്റ് വായന്ന് പോകാത്തതുകൊണ്ടാണ് ഇന്നും അത് കഴിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്നത്. അത് ട്രിയറുകാരുടെ കഷ്ടപ്പാടാണ്. ഞങ്ങൾ ബ്രേമിലുള്ളവർക്കൊന്നും അങ്ങനെയല്ല, ഞങ്ങൾക്ക് എല്ലാ പരിപാടിക്കും ഉണ്ട് സ്റ്റീക്ക്. പക്ഷെ അവിടുത്തെ സ്റ്റീക്ക് അല്ലല്ലോ ലുക്സംബർഗിലെ സ്റ്റീക്ക്. മസാലയൊക്കെ എല്ലാം ഒരേപോലെ. വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഗൈസ്, അത് ലുക്സംബർഗിലാണ്. അതും അതിൻ്റെ ഷ്വൈൻ സ്റ്റീക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആരെയൊക്കെ കൂട്ടുന്നുണ്ട്? ജിൻസി കൂട്ടുന്നുണ്ട്, ജെസ്സിയെ കൂട്ടുന്നുണ്ട്. ഞാൻ കൈ ഇടുമ്പോൾ കാണുന്നില്ല. ഞാൻ നീ കൈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇടുന്നുണ്ട്, പക്ഷെ ഇത് കാണുന്നില്ല ആരും. സി ഞാൻ 3 വട്ടം എന്താ നമ്മളങ്ങനെ ഫൈനലി ലുക്സംബർഗിൻ്റെ വൈനാക്സ് മാർക്കറ്റ് എത്തി. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷേ ലക്സംബർഗിൽ ഇറങ്ങിയത് തൊട്ട് ലക്സംബർഗിൻ്റെ സ്ട്രീറ്റ് വാസ് വെരി പ്രോമിസിങ് ദാറ്റ് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കുമെന്ന്. ബിക്കോസ് ഭയങ്കര ഭംഗിയായിരുന്നു ഗൈസ്. എങ്ങനെ പറഞ്ഞ് തെളിയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ യു ക്യാൻ സേ ഇറ്റ്. എല്ലാ വയനാട് മാർക്കറ്റും പോലെ തന്നെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു. പക്ഷെ എന്തോ ഒരു ലക്സംബർഗിൻ്റെ മാജിക്കും വയനാട് മാർക്കറ്റിലുണ്ടായിരുന്നു. ബാക്കിലാണ്, അതാണ് നമ്മുടെ ഒരു വൈനാക്സ് മാർക്കറ്റ്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് 2ാമത്തെ വൈനാക്സ് മാർക്കറ്റ് ഉണ്ട്. സോ പിന്നെ നമ്മൾ ഇവിടെ നിന്നൊരു ട്രാം എടുത്ത് വേറൊരു സ്പോട്ടിലോട്ട് എത്തുമ്പോൾ നമ്മൾ 3rd വൈനാക്സ് മാർക്കറ്റ് കാണും. ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ വർത്ത് ഇറ്റ്. എല്ലാ ക്രിസ്മസ് മാർക്കറ്റും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ലൈറ്റിൻ്റെ അതിപ്രസരിപ്പ് മൂലമാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൻഡ് ഈ 5 ക്രിസ്മസ് മാർക്കറ്റ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നതുകൊണ്ടും വി വോക്ക്ഡ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് മാർക്കറ്റിൽ മാത്രം 10K സ്റ്റെപ്സ് ഞങ്ങൾ നടന്നു. പക്ഷെ എന്താ, it was such a beautiful memory. ഗൈസ്, നിങ്ങൾ ഇതിൻ്റെ ബ്യൂട്ടി കാണും, നിങ്ങൾ ഇതിൻ്റെ ഭംഗി കാണും. കൈയെടുത്ത് ബ്ലൗസിൽ ഇത് കണ്ടപ്പോൾ ശരിക്കും നാട്ടിലെ ആലപ്പുഴയിലെ മുല്ലക്കൽ ചെറുപ്പൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഇവർ ഒരു സ്ട്രീറ്റും വെറുതെ വിട്ടില്ല. കണ്ടോ, ടിൻസിനെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? എല്ലാ സ്ട്രീറ്റും ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അലങ്കരിച്ച് എങ്ങനെ കുപ്പിനെ കണ്ടാൽ നമുക്ക് ആൻഡ് മനസ്സും ശരീരവും തണുത്ത് വിറച്ചുകൊണ്ടുള്ള പഞ്ഞിമിഠായി കിട്ടാനുള്ള യാത്ര. ഒരു പഞ്ഞിമിഠായി കിട്ടാനുള്ള വേദനയായിരുന്നു ബെഫിയുടെ. പക്ഷേ ഒരു പഞ്ഞിമിഠായി മേടിച്ചിട്ട് വായി വെച്ചതും ആൾ അങ്ങ് അപ്രത്യക്ഷമായി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് 5 യൂറോ വെറുതെ പൊട്ടിയെന്ന്.
അവസാനം കഴിക്കാൻ പോകുന്നത്. താങ്ക് യു. And that's it for tonight. എനിക്ക് തോന്നുന്നു one of the most beautiful Christmas market ആയിരുന്നു ഇത്. ഏറ്റവും അവസാനം നടന്ന നല്ല ക്ഷീണമൊക്കെ ആയെങ്കിലും it was so worth it. I was so grateful for this opportunity. Luxembourg visit ചെയ്യാനും ഇതെല്ലാം വന്ന് കാണാനും. And I was jiggling like an happy kid. So I hope you guys enjoyed this video as much as I did recording this video. If you did like this video, please like, comment and share to your loved ones. And I wish you all a very blessed and Merry Christmas to you and your family.